ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മരുതിലാവ് എന്ന മലയോര ഗ്രാമത്തിലാണ്. കാട്ടാന ശല്യത്തെ തുടർന്ന് നാട്ടുകാർ ഉപേക്ഷിച്ചുപോയ മരുതിലാവിലെ വീടുകളിലൊന്നാണിത്. 50ഓളം വീടുകളുണ്ടായിരുന്ന ഈ ചെറുപ്രദേശത്ത് അവശേഷിക്കുന്നത് 5 വീടുകൾ മാത്രമാണ്. മലയോര മേഖലയിലെ കുടിയിറക്കിന്റെ കഥകളാണ് ഇന്ന് പറയാനുള്ളത്. സ്വാഗതം. ഇത് തുടങ്ങിയിട്ട് ഇപ്പം ഈ പറമ്പിൽ തന്നെ 25 തെങ്ങ് ഉന്തിയിട്ടുണ്ട്. ഇത് 17 ഏക്കറാണ് സ്ഥലം. അതിൽ 25 തെങ്ങ് നല്ലുണ്ട്. ഇപ്പൊ ഈ അടുത്ത് വന്നപ്പം 3 തെങ്ങ് ഈ 2 ദിവസത്തിനുള്ളിൽ ഉന്തിയിട്ടുണ്ട്. ഇത് സോളാർ ഇട്ടതാണ്. ഈ സോളാർ വേലി ഫുള്ള് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. ഇത് ഗവൺമെന്റിന്റെ സോളാറാണിത്. ഇത് നന്നാക്കാനോ അങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ MLA വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തു പോയി സോളാർ വേലിക്ക്. അതിന്റെ ഇത് നടത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം നടത്തിയെന്നല്ലാണ്ട് ഒരു പണി നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്ന ഇപ്പൊ ഒരു 4-5 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നുണ്ട്. വരുമ്പോഴൊക്കെ ഇത് നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. ഇതുവരെ ആളെ ഉപദ്രവിച്ചില്ല എന്നേ ഉള്ളൂ. ആന സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. ആന ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ്. കൃഷി ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ തെങ്ങും തൈയൊക്കെ ഇനി കുഴിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. കാരണം ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഒക്കെ നശിച്ചു പോയുള്ളൂ. ആന പിടിച്ചു വരും. ഇതിൽ ഇപ്പം തന്നെ കാപ്പി വെച്ചാല് കാപ്പി ആന ചവിട്ടി കളി ചെയ്യുന്നത്. ചില വലുതായി കഴിഞ്ഞാല് കാപ്പി കൊണ്ട് കുഴപ്പമുള്ളൂ, രക്ഷപ്പെടുള്ളൂ. അല്ലാണ്ട് ഒരു രക്ഷയില്ല. ആൾതാമസം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ രാത്രി അടിവാരത്ത് നിങ്ങൾക്ക് അടിവാരത്ത് ചോദിച്ചാൽ അറിയാം. അടിവാരത്ത് നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇങ്ങോട്ട് വരൂല. രാത്രി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ വരൂല എന്നറിയുന്നത്. പിന്നെ ഇവിടെ അറിയുന്ന ഓട്ടോറിക്ഷക്കാര് വരിക എന്നല്ലാണ്ട് ആരും വരൂല. കാരണം ഈ വളവുകളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നുണ്ട്. ആന വളവിന്നൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്നത്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരു 7-7:30 ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എന്ന് പറഞ്ഞാല് 6-6:15 ആകുമ്പോ ആന പറമ്പിലുണ്ടാവും. ആന ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി നിന്നിട്ട് രാത്രി ആകുമ്പോഴേക്ക് 5:30 ആകുമ്പോ ആന ഇറങ്ങി വരും. ഇവിടെ കൂടുതൽ സമയത്ത് 5:30 ആയപ്പോ ആന ഇറങ്ങിയ സംഭവമുണ്ട്. ഇപ്പൊ ഇവിടെ ഇന്നാള് ചെരിഞ്ഞ ആന അത് 5:30 ആകുമ്പോ ഈ റിസോർട്ടിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. അത് ആന ചെരിഞ്ഞതൊന്നും പിന്നെ ആരും അറിഞ്ഞിട്ടുമില്ല. നിങ്ങൾ ചാനൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ഫോറസ്റ്റുകാരൊക്കെ നല്ല ഉഷാറായിരുന്നു. ഒരു ആന ഇറങ്ങുമ്പം വരും, പടക്കം തരും, പിന്നെ എല്ലാം വരും. ഇപ്പം വലിയ ഇതൊന്നുമില്ല. വിളിക്കുമ്പം വരും, ഒന്ന് ഓടിച്ച് അങ്ങോട്ട് മാറ്റിവിടും. പിറ്റേന്ന് വന്ന് ഇതിനെ ഉൾക്കാട്ടിലേക്ക് ഒന്നും കയറ്റാനുള്ള സംവിധാനം ഒന്നുമില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം മുന്നേ വരെ അത്ര ശല്യമില്ല. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് പോകാന്നല്ലാണ്ട് ആന വരുന്നില്ലായിരുന്നു. ഇപ്പം ഒരു 3 ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ 4ാമത്തെ ദിവസം ആന ഇവിടെ കൃത്യമായിട്ട് എത്തും. ഞങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളും ഇപ്പം എന്റെ പറമ്പിൽ തന്നെ കവുങ്ങും ഇതൊക്കെ ആന കളഞ്ഞതാ. അത് മുട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പണിക്കൂ. കൃഷി കൊണ്ട് ഇനി പറമ്പുണ്ടെന്നേ ഉള്ളൂ. ഗവൺമെന്റിന് നികുതി കൊടുക്കാം, അതേ ഉള്ളൂ. ഇല്ല. ഇപ്പൊ ഞാൻ പറയാം, പശുവിനെ വളർത്തണം എന്ന് പറഞ്ഞാൽ ഈ ആന ഇറങ്ങി കഴിഞ്ഞാല് പശു പുല്ല് തിന്നൂല. കാരണം ആ സ്ഥലത്തുനിന്ന് പുല്ലരിയാൻ പറ്റൂല. ഈ ആനശൂര് കൊണ്ട് പിന്നെ പശു പുല്ല് തിന്നൂല. അപ്പൊ നമ്മള് ആന ഇറങ്ങാത്ത താഴെയൊക്കെ പോയി പുല്ലരിഞ്ഞുകൊണ്ട് എന്റെ സ്ഥിതിയാ വരുന്നത്. ജീവിതം ബുദ്ധിമുട്ടായി വരികയാണ്. ജീവിതം തന്നെ ഒറ്റയ്ക്ക് ഒരാളെ നിർത്തിപ്പോകാൻ പറ്റുമോ? ഈ ചേട്ടന്റെ സ്ഥിതി തന്നെ. മെനഞ്ഞാന്ന് 12 മണിയായപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു ആന ഇറങ്ങിയെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഞങ്ങൾ ഒരു പടക്കം പൊട്ടിക്കുന്നതാണ്. പടക്കം പൊട്ടിച്ചപ്പോ ആന തിരിഞ്ഞിങ്ങോട്ട് നിന്ന് ആന പിന്നെ അരമണിക്കൂർ അങ്ങാണ്ട് കഴിഞ്ഞിട്ട് ആന പോയെന്നാണ്. ഞാൻ പിന്നെ ഇയാളെ ഒറ്റയ്ക്ക് ചേട്ടനെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കും എങ്ങനെ ഉണ്ട്, പോയോ എന്ന്.
എന്നാലും നമുക്ക് നേരിട്ട് വരാൻ പോലും ആ പറ്റാത്തൊരവസ്ഥയാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ആന ഇറങ്ങുമ്പോൾ ഫോറസ്റ്റുകാർ വരുമ്പോൾ ഞങ്ങൾ ഓരോ കൂട്ടത്തിൽ വരികയായിരുന്നേ. ഇപ്പൊ ഇവര് വരാണ്ട് നമുക്ക് ഇതിന്റെ പുറകെ പോകാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്താലേ ഇവര് പറയും നമ്മൾ സ്വന്തം ഓടിച്ച് അപകടം വരുത്തി വെച്ചാന്ന് അറിയും. മാർച്ച് 4 ഇവിടെ വന്നത് അന്ന് മുതൽക്ക് ആന ശല്യം തന്നെ. വ്യാഴാഴ്ച വരെ ആന ശല്യമാണ്. സമയമാകുമ്പോഴത്തേക്ക് ഇത് വരുന്നത് എങ്ങനെയാ ഇതിന്റെ ഒരു 10-15 മണി ആയിക്കണേ. കറക്റ്റായിട്ട് 10:45 ആണ് ഒരു ആന വന്നത്. ഇതൊക്കെ തെങ്ങാക്കി പോയത് കറക്റ്റ് ടൈമാണ്. 10:45 ചോറിൽ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. പുറത്തോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൻ്റെ ഒച്ച നായ കുറയ്ക്കുമ്പോൾ 2 നായ്ക്കളുണ്ട് വളർത്തുന്നതാണ്. ചില ഒച്ചയായിട്ടപ്പം നീക്കിയപ്പം ഇതാണ്. അങ്ങനെ ആണ് ഇത് നശിപ്പിച്ചത്. അന്ന് കാടാണത്, ഫോറസ്റ്റ് കാടാണ്. പിന്നെ ഇവിടുന്ന് തന്നെ വെള്ളത്തിന്റെ പൈപ്പെല്ലാം പിടിച്ചു വരച്ചങ്ങോട്ട് കയറ്റിട്ടത് എനിക്ക് എന്തിനാ ചുരുക്കം മരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോളാർ ഉണ്ടായിരുന്നൊന്നും കാര്യമൊന്നുമില്ല. ഇവിടുന്ന് പോയ ആള് നാട്ടിൽ പോയ ആള് വന്നാൽ തിരിച്ചു വന്നാണ് ഞാൻ അപ്പം പോകാൻ റെഡിയായിട്ട് നിൽക്കുക. പക്ഷെ മലയാളിയാണെങ്കിൽ ഇവിടെ ഇല്ലാണ്. അയാൾ ബാംഗ്ലൂർ പോയതാണ്, മോഹൻ്റെ മക്കളടുത്ത് പോയതാണ്. അയാൾ തിങ്കളാഴ്ചയൊന്നും വരുള്ളൂ. ഞാൻ അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആന വരുന്നുണ്ട്, ശല്യം ഉണ്ടാക്കേണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ പടക്കാരുടെ ആന ഒന്നും ചെയ്യാതായപ്പോൾ ആകെ ബേജാറായി പോയത്. പിന്നെ പടക്കം അറിഞ്ഞതുമില്ല, ആകെ വരച്ചു പോയിരുന്നെ. പുതിയതായിട്ട് വന്ന ആളല്ലേ ഞാൻ, ഒന്നും അറിയും ചെയ്തേ. ആദ്യം പിന്നെ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ലേ വന്ന്. പിന്നെ രാവിലെ പുറത്തിറങ്ങി. അതന്നെ അവസ്ഥയാണ്. ഞാൻ ഒരാളെ വിളിച്ചിരുന്ന് ഇവിടെ വരുന്ന ആളെ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാണ് വരുവാണ്, ആരും വരാനില്ല. എന്നിട്ട് ഞാൻ പ്രൊഫസറെ വിളിച്ച് പറയാറുണ്ട്. അതല്ലാണ്ട് വേറെ ഒരിതുമില്ല. പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരെങ്കിൽ ഓരോ ഒറ്റയ്ക്ക് വരില്ലായിട്ട്. കാടല്ലേ, ഓർക്കും പേടിയുണ്ടാവില്ലേ. അതൊക്കെ പദ്ധതി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞ 6-7 മണി കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങണില്ലേ. 7 മണി കഴിഞ്ഞാൽ ഗേറ്റൊക്കെ അടച്ചിട്ട് ഞാൻ ഉള്ളിൽ കയറില്ല, പുറത്തേക്ക് ഇറങ്ങണില്ല. അത്ര അവസ്ഥയാണ്. ഇപ്പം അതിനകത്ത് ഇരിക്കുമ്പോഴും പേടിയായിരിക്കില്ല അങ്ങോട്ട് വന്ന അങ്ങോട്ട് വന്നിട്ടില്ലെന്നാണ് വിശ്വാസം. ഇതുവരെ വന്നിട്ടില്ല, വരില്ലെന്നാണ് തോന്നുന്നത്. അതിന് ചുറ്റും കമ്പൗണ്ടുള്ളതുണ്ട്, 4 നായ്ക്കളുണ്ട്. അതുകൊണ്ട് ധൈര്യമുണ്ട്. അതുകൊണ്ട് പുറത്തിറക്കാൻ നിൽക്കുന്നുണ്ട്. അത് പേടിയനാണ്. അത് അടുത്താണ് നിൽക്കുന്നത്. ഞാൻ മുകളിൽ ആന താഴത്തു ആയിട്ട് ഒരു 10-15 മീറ്റർ ഉണ്ടാവുള്ളൂ. അത്ര അടുത്ത ആനായിട്ട് നിൽക്കുന്നത്. ആന താഴത്ത് ഞാൻ മുകളിലല്ലേ. ആ ആനൊക്കെ ശരിയുള്ളത് എന്താ പറ്റിയ ഇത് കാര്യമില്ല. സോളാർ വേലിയാണിത്. ഇതുവരെ ആന അടിച്ചാൽ മൊത്തതാണിത്. പേടിക്കാതെ നിൽക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മട്ടലിട്ട് കണ്ടിട്ട് അതിന് മുകളിട്ട് ഉണങ്ങി കൊണ്ടിട്ട് അതിന് മുകളിട്ട് കാണുന്നുണ്ട്. ഉണങ്ങിയ സാധനം ഇട്ടത് എനിക്കറിയാം. അതുകൊണ്ട് ആന ഇട്ടിട്ട് ആന പോവുക ചെയ്യുക. എന്നിട്ട് അത് ഉണങ്ങിയ കൊണ്ടിട്ട് അതിന് മുകളിൽ കൊണ്ട് ഇട്ടതാണ്. ഇതിന് ആന നടന്നു പോകാറുണ്ട്. അതല്ല അതൊക്കെ ആന ചവിട്ടി വെച്ചതാണ്. എല്ലാം ആന ചവിട്ടി വെച്ചതാണ്. പിന്നെ മുകളിൽ ചക്ക ഇറക്കാൻ വേണ്ടിയിട്ട് തുമ്പിട്ട് എഴുതി പിടിച്ചാൽ വൈകിട്ട് നമ്മൾ പൊളിക്കാറുണ്ട്. ചക്ക താഴെ ഇല്ലായിരുന്നു. താഴെയൊക്കെ അടിച്ച് ഇഷ്ടമാണ്. അതൊക്കെ അടിച്ച് പൊളിച്ച ചക്ക താഴെ ചക്ക കിട്ടുകൊണ്ട് പോയി കംപ്ലീറ്റ് അടിച്ച് പൊളിക്കാണ്. ഇപ്പൊ സത്യം ഈ പറമ്പിലൊന്നും ഇല്ല. ഇതൊക്കെ നശിപ്പിച്ചാണ് എല്ലാ കൃഷികളും. ആന എല്ലാ ദിവസം തന്നെ ഇറങ്ങലുണ്ട്. പിന്നെ ഓടിക്കുക, അതേ രക്ഷയുള്ളൂ. 5 മണി ആകുമ്പത്തേനും വരും. പിന്നെ എന്താ കൃഷികളൊക്കെ നശിപ്പിക്കും. നമ്മുടെ മുകളിലെ പറമ്പൊക്കെ ഉണ്ട് നിരത്തിയിട്ടൊക്കെ. കൃഷിയൊന്നുമില്ല, നമ്മൾ ഒന്നും ചെയ്യല്ല. ആനശല്യം ഉള്ളതുകൊണ്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കിട്ടൂല. കൃഷി തെങ്ങ് കവുങ്ങുണ്ടായിരുന്നു, അതൊക്കെ പോയി. കവുങ്ങ് തെങ്ങ് കുറെ മറിച്ച് കളഞ്ഞു. പിന്നെ റബ്ബർ പിടിക്കും. റബ്ബർ, തെങ്ങ് എല്ലാം നശിപ്പിക്കും. കൃഷികളെല്ലാം ഒടിച്ചു കളയും. ഓ പകലിറങ്ങും. അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യല്ലേ നമുക്ക്. ഓടിക്കാൻ ഞാൻ വരലില്ല. എന്തായാലും ഞാൻ വരലില്ല. ഞാൻ താഴെ താമസിക്കുന്ന വരലില്ല. നശിപ്പിക്കും. നമ്മൾ ഓടിച്ചിട്ട് കാര്യമില്ല. ഓടിയ കുറച്ചും പിന്നെ അവർ വരും. നമ്മൾ ഓടിച്ചിട്ട് കാര്യമില്ല. ഫോറസ്റ്റുകാർ വരലുണ്ട്. അവർ വിളിച്ചാൽ അവർ വരും. പടക്കം വന്ന് പൊട്ടിച്ചു അവർ പോകും. പിന്നെയും വരും. അത് കാട്ടിലോട്ട് കയറി കുറച്ച് ഇന്നലെ നാളെ പിറ്റേ ദിവസമായിട്ടും വരും. ഇല്ല,
ഇപ്പൊ എത്ര ആളായി ഇങ്ങനെ ഈ ശല്യം ഉണ്ടെങ്കിലും ഇപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ അടുപ്പിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഈ നേരത്തെ മോള് വീടുണ്ടായിരുന്നു അതോ കൃഷി സ്ഥലം മാത്രം അല്ല, ആദ്യം അവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ താഴോട്ട് പോയതാ. ആന ഉള്ളതുകൊണ്ട് അവിടെ ജീവിതം നടക്കത്തില്ല. അല്ല, പ്രായ ആൾക്കാരുണ്ട്, പിന്നെ ആനശല്യമൊക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് താഴോട്ട് പോയത്. ഇതെങ്ങനെ ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ജീവിതം ഇപ്പൊ കൂലിപ്പണി എടുക്കും. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റൂലല്ലോ. പുറത്ത് പണിക്ക് പോകും. പുറത്ത് പണിക്ക് പോകും. നേരത്തെ കൃഷി ചെയ്താൽ അത്യാവശ്യം ജീവിക്കാൻ പറ്റും. ചുറ്റുപാടുണ്ടായിരുന്നു, കൃഷിയുടെ കവുങ്ങുണ്ടായിരുന്നു, തെങ്ങ് അതുണ്ടായിരുന്നു. അതൊക്കെ പോയില്ലല്ലോ, കവുങ്ങൊക്കെ നശിച്ചു പോയി. പിന്നെ പാനന്റെ ശല്യം കൂടെ ആയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടല്ലേ. എന്നാ ചെയ്താലും രക്ഷയില്ല. രക്ഷയില്ല. നമ്മൾ കൃഷികളൊന്നും ചെയ്യില്ല, അതുകൊണ്ട് ഇപ്പൊ കാപ്പിയൊക്കെ ആണെങ്കിലും വളർന്നു വരാതെ രക്ഷയില്ല. രക്ഷയില്ല. പിന്നെ നമുക്ക് നേരമില്ല, ഇത് കൃഷി ചെയ്തിട്ട് കാര്യമില്ലൊന്നും കിട്ടും. അതുകൊണ്ട് പണിക്ക് പോകും. അപ്പൊ നോക്കാൻ നേരം കിട്ടൂല. അതുകൊണ്ട് പറമ്പവിടെ കിടക്കുന്നു. പറമ്പാട് കിടക്കുന്നു, നമ്മൾ പണിക്ക് പോകുന്നു, ജീവിക്കുന്നു. വീട് വെച്ച് പണിക്ക് പോകുന്നു. പൂർണ്ണമായ ആ മേഖല ഉപേക്ഷിച്ചു. നിങ്ങളെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും അല്ലേ? എല്ലാവരും. മുകളിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ. കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വേറെ ആയിട്ട് പോകാൻ സ്ഥലമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. സ്ഥലം മേടിക്കാൻ സാമ്പത്തികം ഇല്ലാത്തവരുണ്ട്. കുറെ പേരൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ആൾക്കാരുടെ രാഷ്ട്രീയക്കാരോടൊക്കെ പരാതിയൊക്കെ പറയുമോ ഈ ആനശല്യത്തെ കുറിച്ച്? അവരെന്ത് പറയും? അവരെന്ത് പറയാനോ, സോളാർ വേലി ഇടാന്നൊക്കെ പറയും. അല്ലാണ്ട് ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല. ഇവിടെ ഇട്ട് തന്നെ താഴ്ന്നു നോക്കാനും കിട്ടുന്ന ആൾ പറയാം അല്ലേ? പഴയതൊക്കെ ഉണ്ട്, അതാരും ഒന്നാമത് നോക്കുന്നില്ല. ആരും സമയത്ത് മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാറില്ല. മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. നോക്കിയാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ആന ഇവിടെ വരലുണ്ട്. എത്രയോ പ്രാവശ്യം വന്ന്. പിന്നെ 3-3:30 ആകുമ്പോ വരിക. രാവിലെ പുലച്ചക്ക് 3:30 ആകുമ്പോ വരും. ഇവിടെ വന്ന് തെങ്ങൊക്കെ തിന്ന് നിങ്ങളിപ്പോ എന്ത് ചെയ്യും? ഞങ്ങള് പിന്നെ ലൈറ്റ് ഇടും, ചുറ്റും ലൈറ്റ് ഇടും, പിന്നെ അടുപ്പ് പുക ഇടും. അങ്ങനൊക്കെ ചെയ്യും. വിളിച്ച് അവര് വരും. പക്ഷെ അവര് പടക്കം പൊട്ടിച്ചങ്ങ് പോകും. വന്ന് നോക്കി പോകും. അല്ല, അന്നപ്പം പോവാനാ. കൃഷി സാധനമൊക്കെ കൃഷി വാഴയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഒക്കെ നശിപ്പിച്ചു. ഇപ്പൊ ഒന്നുമില്ല. തെങ്ങാ തോനെ, 8 തെങ്ങും തൈ വെച്ചായിരുന്നു, വാങ്ങി വെച്ചായിരുന്നു. അത് 7 നശിപ്പിച്ചു. തിന്നൂല, നശിപ്പിക്കേ ഉള്ളൂ. ചക്ക, മാങ്ങ, മാവ് കുലുക്കി മാങ്ങ തള്ളിട്ടു. കൃഷി നടക്കാത്ത അവസ്ഥയാണോ ഇപ്പൊ? കൃഷിയാ, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ആനയും പന്നിയും, കപ്പ കാട്ടാ പന്നി, കപ്പ ചേമ്പേക്ക. ജീവിതമാർഗം കൂലിപ്പണിക്ക് പോകും. ഞങ്ങള് ഇവര് വന്നിട്ട് 40 വർഷമൊക്കെ കഴിഞ്ഞില്ല. അന്നൊന്നുമില്ല. ഞങ്ങള് കാട്ടിലൊക്കെ പോന്നാലേ, മക്കളെയൊക്കെ കൊണ്ട് വിറകിനൊക്കെ പോന്നായിരുന്നു. അന്നൊന്നും ഒരു ശല്യവും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് ഇപ്പം പറമ്പിലുള്ളതൊക്കെ എടുക്കും. വിറകിനൊന്നും പോവല്ല. എത്ര വർഷമായി പോയിട്ട്. ശല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു, മെനഞ്ഞാന്ന് രാത്രി ഉണ്ട്. ഇതിലൊക്കെ ആനിങ്ങനെ വരാറുണ്ട്. അത് ദിവസവും വരാറുള്ളത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപദ്രവം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. ഇതിലെല്ലാം കയറി പോക്കും. ഈ വഴിന്റെ ഇതിലിങ്ങനെ കയറി അങ്ങോട്ട് പോകും. ഞങ്ങൾ കാണും. നമ്മൾ പിന്നെ പുറത്തിറങ്ങില്ലെന്ന് മാത്രമേ ഉള്ളൂ. വീടിനകത്തിരിക്കും. അല്ലാതെ പുറത്തിറങ്ങി നമുക്ക് രക്ഷയില്ലല്ലോ. നമ്മളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉപദ്രവവും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെയുള്ള സാധനങ്ങൾ മൊത്തം നശിപ്പിച്ച് അങ്ങ് പോകും. കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. എല്ലാം കളയും. അങ്ങനെ കളഞ്ഞ് ഇതാ ഇപ്പം അപ്പുറത്ത് തന്നെ കുറെ തെങ്ങ് കളഞ്ഞു. എല്ലാം നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഇന്നലെ ഉണ്ട്, മെനഞ്ഞാന്നുണ്ട്. കൃഷി ചെയ്യാൻ പറ്റില്ല. ഒരു കൃഷിക്ക് ഇവിടെ നടക്കില്ല. ഇവിടെയൊക്കെ വാഴയുണ്ട്. എല്ലാം നശിപ്പിച്ചിട്ട് പോയത്. പിന്നെ ഇതാ ഈ മഞ്ഞമുള അടക്കം ഇതെല്ലാം തിന്നിട്ട് വീണ്ടും ഉണ്ടാകുന്നതാണത്. വീണ്ടും തിന്നും. പിന്നെ നമ്മളൊന്നും ചെയ്യാറില്ല. കാരണം ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഉപദ്രവിക്കും. അതിന് നല്ല നമ്മൾ ചെയ്യാതിരിക്കുക. തിന്നിട്ട് പൊക്കിട്ട് നോക്കൂ, അത്രേ ഉള്ളൂ. പോയിക്കോളും. പിന്നെ പടക്കം പൊട്ടിക്കും. ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് പടക്കം മേടിച്ചോണ്ട് വരും. പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒച്ച കേട്ട് അത് കുറെ മാറി നിൽക്കും. അങ്ങനെ പോവും. ചിലപ്പം പോവും, ചിലപ്പോ തിരിഞ്ഞു നിൽക്കും. ഞങ്ങൾ ഇന്നലെ തൊട്ട് മേലെ തന്നെ ഒരു പടക്കം പൊട്ടിച്ചിട്ട് 5 ഉണ്ടായിരുന്നു. ഈ 5 ഒരെണ്ണം മൂപ്പനായിരുന്നു. മൂപ്പര് തിരിഞ്ഞിങ്ങനെ നിന്നു. എന്നെ കളിയാക്കിയല്ലോ എന്നും പറഞ്ഞിട്ട്.
പിന്നെ ഞങ്ങൾ ഒന്നിനും നിന്നില്ല. അന്ന് ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു. എന്നിട്ടങ്ങ് പോയി. അന്നങ്ങ് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ പോയി. ഇതിപ്പോ നേരത്തെ അങ്ങോട്ട് ഇവിടെ ഒരു ചത്ത ആനയെ കണ്ടില്ലായിരുന്നു അല്ലേ? അത് ഇവിടെയല്ല, അതങ്ങ് ആ മേഖലയുള്ള ആ ഭാഗത്തുനിന്നൊക്കെയുള്ള ആന തന്നെയാണ് ഇവിടെ. അത് തന്നെ. ഇത് നേരത്തെ ഇത്ര ശല്യം ഉണ്ടായിരുന്നില്ലേ ഇവിടെ? നേരത്തെ ഇത്ര ശല്യം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇപ്പൊ ശല്യം കൂടിയത്. നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോഴാണിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താഴെ അങ്ങാടി ഉണ്ട്. ഈ അങ്ങാടി വരെ ഇറങ്ങും. അങ്ങാടി നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. വൈകിട്ടൊക്കെ പുറത്തിറക്കം പാടായിരിക്കുമല്ലോ. നേരത്തെ ഒന്ന് വരയ്ക്കാത്ത കാരണം 8 മണി കഴിഞ്ഞാൽ നമ്മളെ കോൺക്രീറ്റ് റോഡ് ദേശം ബ്ലോക്ക് തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ ഒരു മനുഷ്യനും ഇങ്ങോട്ട് കയറാനുള്ള ഇതില്ല. കാരണം വെച്ചാൽ പേടിയാ. വണ്ടിയൊന്നും വരത്തില്ലായിരിക്കുമല്ലോ രാത്രി. ഒരു ബൈക്കോ ഒരു ജീപ്പോ ഒരു കാറോ ഒരു ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും ആ വഴിക്കാണോ? ഞാനില്ല, നിങ്ങൾക്ക് കുറച്ച് നേരത്തെ പൊക്കോടെ എന്നൊക്കെ ചോദിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഏതെങ്കിലും നമ്മളെ വീട്ടിൽ പോയി ചിലപ്പം വരുമ്പോൾ ലേശം വഴുകും. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു വണ്ടിക്കാരനെ വിളിക്കുമ്പം അവര് പറയും ഇങ്ങനെയാണ് പറയുക. കാരണം അവർക്കും പേടിയുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥയുള്ളത്. ആനക്ക് കിട്ടാത്താണെങ്കിൽ പ്ലാവ് കുലുക്കിയിട്ട് തള്ളിയിടും. കുലുക്കിയിടും. കുലുക്കുന്ന ഒച്ച കേട്ട് ഞങ്ങൾ നോക്കുമ്പോ ആന പ്ലാവിന്റെ ചുവട്ടിലുണ്ടാവും. പറിക്കാൻ കിട്ടാത്തൊക്കെ കുലുക്കിയിട്ട് തള്ളിയിടും. മാവെല്ലാം കുലുക്കിയിട്ട് മാങ്ങയെല്ലാം ചാടിച്ചിടും. തെങ്ങും തള്ളിയിട്ടിട്ടെല്ലാം തിന്നും. കൂമ്പ് തിന്നുള്ളൂ. കൂമ്പ് തിന്നിട്ട് പോയി കളയും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കാര്യമില്ലല്ലോ. തെങ്ങിന്റെ തൂമ്പുകളി. ഇവിടെ വാഴയുണ്ടായിരുന്നു. ഇത് ആ ചേച്ചീന്റെ പറമ്പാ. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമൊന്നുമില്ല. ഇവിടെ 5 സെന്റ് സ്ഥലമുള്ളൂ. അപ്പൊ ഇവിടെ മൊത്തം വാഴ ഉണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിച്ചിട്ട് പോയി തിന്നിട്ട് പോയി. ഈ മുളയൊക്കെ തിന്നിട്ട് വീണ്ടും ഉണ്ടായതാ. അപ്പൊ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ടോർച്ചൊക്കെ തെളിക്കുന്ന സമയത്ത് പോയിക്കോളും. അന്നൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ അങ്ങനെ പോകുന്നില്ല. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക. ടോർച്ചടിച്ചാലും പടക്കം പൊട്ടിച്ചാലും ഒന്നും മാറുന്നില്ല. അന്ന് അങ്ങനെയായിരുന്നു വന്നിരുന്നേ. നമ്മളിപ്പോ കുറെ വർഷയില് കാണാൻ തുടങ്ങിയുണ്ട്. അതുകൊണ്ട് എങ്ങനെ, പക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യത്തില്ല. അവിടെ നിൽക്കുള്ളൂ. നിന്നിട്ട് നമ്മളെന്തിനാ ചെയ്യുന്നേ? അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അടക്കം പൊട്ടിച്ച് എറിയൂല. നമ്മളിവിടെ നിന്നിട്ട് ഇവിടെ നിന്നൊക്കെ പൊട്ടിക്കും. ദൂരേന്ന് ആന അവിടേക്കാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പൊട്ടിക്കുള്ളൂ. പോകാൻ എങ്ങോട്ട് വരാതിരിക്കാൻ. ചിലപ്പോ പോവും, ചിലപ്പോ പോവില്ല. ഇപ്പൊ 5-6 എണ്ണൊക്കെ ആയിട്ട് വരുന്നേ. വെള്ളമൊക്കെ തോട്ടിൽ അവിടെയൊക്കെയാ വെള്ളമൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെയൊന്നും വെള്ളമൊന്നും കുടിക്കാനില്ല. ചക്ക മാങ്ങ തിന്നാൻ. ഇപ്പൊ കാട്ടിൽ അങ്ങനെയൊന്നും തിന്നാനില്ല അവർക്ക് കഴിക്കാൻ. അതുകൊണ്ടാ ഉണ്ടായിരിക്കും. നമ്മളങ്ങനെയാ വിചാരിക്കുന്നേ. അല്ലാതെ നമ്മളിപ്പോ എങ്ങോട്ട് പോകാനാ? പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തോടെ വരുന്ന കാരണം കുട്ടികളും ബാക്കിയുള്ളതൊക്കെ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഇരുട്ടിൽ നമ്മൾ കാണൂലല്ലോ. എന്നാലും ബാവട്ടെ എന്താ പിന്നെ ആനേന്റെ തൊട്ട് മുമ്പ് ചാടിപ്പോയി. അപ്പുറത്തെ ചേച്ചി ആനയുണ്ടെന്നും മുറ്റത്ത് ആനയുണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയതാ. ഓടി അങ്ങോട്ട് ചെന്ന് ചാടിയത് ആനേന്റെ മുമ്പിലേക്ക്. ഭാഗ്യത്തിന് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കയറി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിടിക്കായിരുന്നു. അവര് പെരക്കകത്തായിരുന്നു. അവര് പെരക്കകത്തുനിന്ന് ഇറങ്ങാറില്ല. അവിടെ ആന വരുമ്പോഴത്തേക്കും ഞങ്ങളെ വിളിക്കുക ചെയ്യാം. അപ്പൊ അവര് കാറി കൂവി കരയുന്ന കേട്ടോ. ഞങ്ങൾ വിചാരിച്ച ആന എന്തോ ചെയ്തോ ഇല്ലയോ എന്നോർത്ത് ഓടിയതാ. അപ്പോഴത്തേക്ക് ആനേനെ മുമ്പിലേക്ക് ഓടിച്ചെന്ന്. ഇരട്ടായിരുന്നു. ഇവിടെ ലൈറ്റിലായിരുന്നു. അങ്ങനെയായിപ്പോയി. ഫെൻസിങ് അങ്ങ് ഫോറസ്റ്റ് അതിരിലല്ലോ ഉള്ളത്. അതൊക്കെ പൊളിഞ്ഞു കൊടുക്കുക. പിന്നെ അത് ഫെൻസിങ് ഏതാനും കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഫെൻസിങ് എല്ലാ സ്ഥലത്തൊന്നും ഇല്ല. അതിലെ കൂടെ ഉള്ളത് പിന്നെ ആന കളയുകയും ചെയ്യും. അതിലേ ഇറങ്ങിപ്പോരുകയും ചെയ്യും. പണിയൊക്കെ ഇപ്പൊ ഇവിടെ പണിയൊന്നും ഇല്ലായിരിക്കും. പുറത്ത് പണിക്ക് പോകണമായിരിക്കും അല്ലേ? നമുക്ക് പുറത്ത് പണിക്ക് പോകണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് 5 സെന്റ് സ്ഥലം, അതിലെ ഈ വീടും അതേ ഉള്ളു. വേറെ നമ്മള് പണിക്ക് പോയി ഇല്ല. നമ്മള് പുറത്ത് പോയി പണിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കാനോ ഒക്കെ ഉള്ളൂ. എന്നും ഇവിടെ വരലുണ്ട് എല്ലാ ദിവസവും. ഈ കഴിഞ്ഞ ദിവസം വന്ന് ഇലങ്ങനെ ഇറങ്ങിയ അങ്ങനെ പോയത് ആന. പിന്നെ എന്നും ആന ഇറങ്ങലുണ്ട്. ഇത് ഫോറസ്റ്റുകാരെന്ന് വിളിച്ചിട്ട് അവര് വരാൻ പറ്റില്ല. റോഡിന് ലൈറ്റ് ഉണ്ടായില്ല. ഇവിടെ നിന്ന് കൂടെ കയറാൻ കുറച്ച് പേടിയാണ്. ഇവിടെ നിന്ന് കൂടെ കയറാന്. ഇതെന്നും ആന വന്നു പോകുന്നത് ഫോറസ്റ്റുകാർ അവരെ വിളിച്ചിട്ടും കാര്യമില്ല. അവര് കുറച്ച് പടക്കം പൊട്ടിച്ച് പോയി. ആന ഇവിടെ പോകുന്നില്ല. ഇപ്പുറത്തെ ആന ഇപ്പൊ ഒരു ആന ചത്താരപ്പോ ആന ഇവിടെ നിന്ന് പോകുന്നേ ഇല്ല. ഇപ്പൊ ഒരു ആന ഇവിടെ നിന്നുള്ള ആനകള്
പടകം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ ഇറങ്ങും. ഇതിപ്പോ മനുഷ്യന്മാർക്ക് ഇപ്പൊ ഞങ്ങൾ മുമ്പുള്ള ബാബേട്ടൻ പറഞ്ഞ അയാള് ഞാൻ എന്താ ആന വന്ന് പറഞ്ഞാൽ മൂപ്പരെ പെട്ടെന്ന് വിളിക്കുക. ഞാൻ ഓർക്കത്തില്ല മൂപ്പരെ വിളിക്കല്. ഞാൻ ഫസ്റ്റ് ആന വന്നാലൊക്കെ ഞാൻ അറിയില്ലേ. ഞാൻ അവിടെ താഴെയുള്ള ഇവിടെ ഒരു വീട്ടുകാരുണ്ട്, പിന്നെ ആ വീട്ടുകാർ ഞാനെ വിളിക്കല് അന്ന് ആന ഇറങ്ങുമ്പോൾ തന്നെ. കാർ ചേക്കുമ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ ബാബേട്ടൻ ഇവിടെ വരുമ്പോ ഇവിടെ ആന ഇവിടെ ഉണ്ട്. ബാബേട്ടൻ ആന പറയും അന്നമ്പേക്ക് ആന ബാബേട്ടന്റെ മുമ്പിൽ എത്തി. ബാബേട്ടൻ വരുമ്പം തന്നെ എന്നാലും ബാബേട്ടൻ ആന ഇവിടെ ഉണ്ട്. ബാബേട്ടൻ പെട്ടെന്ന് അന്നെന്താ അറിയോ, ബാബേട്ടന് വീടിന്റെ മുമ്പിൽ ആന ഉള്ളത് പറഞ്ഞത്. ഇത് ആന ബാബേട്ടൻ പെട്ടെന്ന് ടോർച്ച് ചെയ്ത് നമ്മൾ കാണൂലല്ലോ. അങ്ങനെ ബാബേട്ടന്റെ മുമ്പിൽ ഇത് ബാബേട്ടൻ അതിന് പടകം പൊട്ടിച്ച് പറഞ്ഞു ബാബേട്ടന്. അങ്ങനെ ഒരു ചെറിയ കുട്ടിയാനേനു. പിന്നെ ബാബേട്ടൻ അങ്ങനെ പടകം പൊട്ടിച്ചാൽ ആന അങ്ങോട്ട് നീങ്ങിപ്പോയി. പിന്നെ ബാബേട്ടൻ താഴെ പോയി ചിപ്പഴത്തോട് പോയി പടകമൊക്കെ വാങ്ങി കൊണ്ടുവന്ന് പിന്നെ പൊട്ടിച്ചാൽ പിന്നെ ആന മോളോട് കയറി പോയത്. എന്നാൽ പുറത്തെ ഓല വിളിക്കുന്ന ഓർക്കും വരാൻ പേടിയാ. ഇതിപ്പോ 2-3 കൊല്ലായി ഇപ്പൊ അങ്ങ് നിരന്തരം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറയുക, ചത്തേരി അങ്ങോട്ട് ഇങ്ങനെ കൂടുതലായി വന്ന്. അതെന്താ സംഭവിച്ചാൽ അതിന്റെ വയറ്റിൽ എന്താ മുഴ എന്താ ആയിട്ടാന്നൊക്കെയാ പറഞ്ഞിട്ട്. എന്താ സംഭവം നമുക്കറിയില്ല, ഫോറസ്റ്റുകാർക്ക് അറിയുള്ളൂ ഇതിനെ കുറിച്ചിട്ടുള്ളത്. ആന ചത്ത് ഈ ആന കണ്ട് അന്ന് വൈദ്യുതി ഈ ആനയുടെ ഫുള്ള് ഉറച്ചെന്ന് മറ്റേ ആന കണ്ട് കയറ്റുന്ന അന്നിപ്പോ ആന ദേഷ്യം ഉണ്ടാവും. ഇപ്പൊ മനുഷ്യന്മാരെ ദേഷ്യം ഉണ്ടാവില്ലേ, അതേപോലെ ആനയ്ക്ക് ഫുള്ള് ഇവിടെ നിർത്തുന്നത്. ഇപ്പോ ഇവിടെ മുകളിലൊക്കെ വന്നിട്ടുണ്ട്, കൊമ്പ് പൊട്ടിക്കുന്നത് ഇതിന്റെ മുകളില്. അപ്പൊ അതിന് മുമ്പിൽ ഒരു പേടി, ഒരു കൊമ്പനായി പേടിക്കുന്നത്, ചെവിയൊക്കെ അതൊരു മുഴയാനുണ്ട്. ആന പടകം പൊട്ടിച്ചാൽ ആന അങ്ങോട്ട് മാറുന്നില്ല. പടകം പൊട്ടിച്ചാൽ ചിലപ്പോ ഫോറസ്റ്റ് ആറാത്തിന്റെ വണ്ടി കണ്ടാല് ഈ ആന എല്ലാം പോകുന്നതാണ്. ഇവിടുന്ന് ആറാത്തിന്റെ വണ്ടി ശബ്ദം കേട്ടപ്പോ ഈ ആന ഇവിടുന്ന് പോയി. അതാ ഇതിപ്പോ എന്റെ നാട്ടിൽ നിന്നുണ്ട് മറ്റേ സോളാർ ഇതില്ലേ, അതിപ്പോ ചിപ്പിലത്തോടെ അവിടുന്ന് പണി തുടങ്ങുന്നിരുന്നിട്ട്. അപ്പൊ അതിന്റെ പണി ഇതുവരെ തുടങ്ങുന്നതൊന്നും അറിയില്ല. ഇപ്പൊ മോള് ഫോറസ്റ്റ് തന്നെ പറഞ്ഞത് ബാബേട്ടൻ തന്നെ മോളിൽ കൊണ്ട് അതിന്റെ ഫെൻസിങ്ങിന്റെ അവിടെ കൊണ്ട് തുടങ്ങാനൊക്കെ ബാബേട്ടൻ പറഞ്ഞിന്. ഇതിപ്പോ അതിന്റെ പണിയൊന്നും നടക്കുന്നില്ല ഇപ്പൊ. കൃഷി ഫുള്ള് നശിപ്പിക്കുക. അപ്പൊ ഒരു സാധനം കുഴിച്ചിടാൻ പറ്റൂല. അപ്പൊ വായ, ചേമ്പ് അങ്ങനെ ഒരു സാധനവും വെച്ചേക്കൂല. അപ്പൊ ഇപ്പം മനുഷ്യനിപ്പം ഉള്ള തെങ്ങും നശിപ്പിക്കുക ആന. അതാ ഇവിടെ ഈ ഭാഗത്ത് ആൾക്കാർ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളൊക്കെ താഴേക്ക് വീട് വെച്ച് മാറാൻ പോകല്ലേ? താഴോട്ട് വെച്ച് മാറാനുള്ള എല്ലാവരും ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ അറിഞ്ഞപ്പോ ഞങ്ങൾ ഈ മാസം തന്നെ പോകുന്നുള്ള പരിപാടിയിലപ്പോ ഇവിടെ നിന്നാൽ ജീവൻ നഷ്ടപ്പെടും. അതാ ഇവിടെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ജീവൻ നഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഓരോ സ്ഥലത്ത് ആന ചവിട്ടിക്കൊല്ലും അതും ഇതൊക്കെയല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പിന്നെ അങ്ങനെ ഇപ്പൊ രാത്രി ആയ ഒറ്റ ഓട്ടോക്കാർ വിളിച്ചാൽ എവിടേക്ക് വരില്ല. അടിവാരന്ന് വിളിച്ച അടിവാര ഓട്ടോക്കാർ 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. അടിവാരത്തെ ഓട്ടോക്കാരും പറഞ്ഞത് ചിപ്പഴ രാത്രി ഉണ്ട് ഒരു വിളിക്കണമെന്ന് പറഞ്ഞു. 7 മണി കഴിഞ്ഞാൽ ഓട്ടോക്കാർ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഒറ്റ ഓട്ടോക്കാരും വിളിച്ചാൽ ഫോൺ എടുക്കൂല. ഞാൻ വിളിക്കുന്ന ഓട്ടോക്കാർക്ക് അറിയാം, ഫോൺ എടുക്കൂല. അതാ നടക്കൂല. അതാ രാത്രി ഒറ്റ ഓട്ടോക്കാർ വിളിച്ചാൽ ഇങ്ങോട്ട് വരൂല. വഴിയിൽ ആന കണ്ട അതൊരു പേടിയാപ്പം. ഇപ്പൊ താഴെ ലൈറ്റ് പിടിപ്പിക്കാൻ വളവ് ലൈറ്റ് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അൽസംസ്ഥാർ പറഞ്ഞിട്ടുണ്ട് പിടിപ്പിക്കുന്നൊക്കെ. അങ്ങനെയൊക്കെയാ. പറ്റില്ല. അതാ അങ്ങനത്തെ അവസ്ഥയായി. ഇപ്പൊ പണ്ടൊക്കെ ഇങ്ങനത്തെ അവസ്ഥ ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ അവസ്ഥ ആയത്. ഇവിടെ ഞങ്ങള് വന്ന ഇപ്പം 10-33 വർഷമായി വന്നിട്ട്. അന്നൊന്നും ആനശല്യല്ല, പന്നി, മുള്ളന് അങ്ങനത്തെ കൃഷികളൊന്നും ചെയ്താൽ കിട്ടിയാല. ഈ വടിയൊക്കെ ഞങ്ങൾ കുറെ കപ്പ ചെയ്തൊക്കെ നട്ടതാ, അതിലൊന്നും ഒരു കേങ്ങ് പോലും കിട്ടിയാല. അതുപോലെ താഴത്തെ ചേട്ടായും ചെയ്തിരുന്നു, മുകളിൽ ചേമ്പൊക്കെ നടിയായിരുന്നു. അവർക്കൊന്നൊരു സാധനം കിട്ടിയാല. അവരും കൃഷി ഒഴിവാക്കി. പിന്നെ ഇപ്പൊ ഇതാക്കുന്ന ഒരു 3 കൊല്ലത്തോളായി നിരന്തരാന. ഞങ്ങൾ മുറ്റം വരെ വരും. ഞങ്ങൾ മുറ്റത്ത് വന്ന് കഴിഞ്ഞ പ്രാവശ്യം 4-5 മാസമായി ഉണ്ടാവും പൊരേന് മുറ്റത്ത് വന്ന ആന. അങ്ങനെ ഞാൻ മോനെ ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ പോൻ പറഞ്ഞ അമ്മ ഓനോർക്കത്തിലാണ്. ഓൻ പറഞ്ഞ അമ്മ മിണ്ടാതിരിക്കേ, ഞാൻ ഉറങ്ങട്ടെ. ഞാൻ പറഞ്ഞു മോനെ നമ്മളെ മുറ്റത്താണ് ആന കാരണം. പിന്നെ നോക്കുമ്പോ അപ്പുറത്തെ ബാബേട്ടനെ ഞങ്ങൾ വിളിച്ച് ബാബേട്ടൻ വന്ന് നോക്കുമ്പോ കോഴിക്കൂടെല്ലാം തട്ടി മാറ്റി ആന പോയി. ഞങ്ങൾ പൊരേന് മുറ്റത്ത് തൊട്ടില്ല എന്നുള്ള ഇതിലാണ്. അങ്ങനെ പോയി. പിന്നെ ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ ഇപ്പൊ എത്ര പ്രാവശ്യമായിട്ട് 4-5 ആന വന്നിട്ട് മുറ്റത്ത് വന്ന് കേമ്പടിച്ച് നിൽക്കുന്നേനു. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇപ്പം വരും ഇങ്ങോട്ടില്ല. ഇപ്പൊ മുകളിലൊക്കെ വന്ന് പോകുന്നുണ്ട്. അന്നിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാനൽ വിളിച്ച് വിലയോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ളവർ എന്താ പറയുന്നത്, ഇവിടെ ഉള്ളവർ പറയുന്നത് സ്ഥലം വിറ്റ് പോകൂല, അവിടെ ആന ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടാല് ചാനലിലും പേപ്പറിലൊക്കെ വരുമ്പോ സ്ഥലം വിറ്റ് പോകുന്നത്. സ്ഥലം വിൽക്കണമെങ്കിൽ ആന വരാതിരിക്കണ്ടേ, മുന്നിൽ ആന വരാതിരിക്കുന്നേ, എന്നിട്ട് സ്ഥലം വിൽക്കുക. അതാ ഞാൻ വിചാരിക്കുന്നത്. അതേ സ്ഥലത്തിലൊക്കെ ആന ചവിട്ടി കൊന്നു,
ഒക്കെ കേൾക്കുന്നു. ഇവിടേക്കൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചില്ലേ, സംഭവിക്കാതിരിക്കുകയും ചെയ്യട്ടെ ആർക്കും ഒരാൾക്കും. അപ്പൊ അതിനൊരു വഴി കണ്ടെത്തി തരും ഗവൺമെന്റോ ആരെങ്കിലും ആയിട്ട് അതിന് സോളാർ ഇടുക എന്തെങ്കിലും ചെയ്തിട്ട് ആന വരാത്ത രൂപത്തിലായി കിട്ടുക. ഇനിയുള്ള മക്കൾക്ക് തലമുറ ഇവിടെ എത്രയോ ആൾക്കാർ ഇപ്പം താഴോട്ട് മാറി വിറ്റുപോയി ആനന്റെയും. അതുകൊണ്ട് ഒരു സാധനം നട്ടാലും കിട്ടിയാലും ഒന്നും ഇവിടെ മൊത്തം വാഴേനി. ഈ പറമ്പ് മൊത്തം ഇത് പറമ്പ് ഞങ്ങളതല്ല, ഞങ്ങൾ വേറെ ആളേതാള്. ഇതിൽ മൊത്തം വായിച്ചത് എല്ലാം വായ ആന ഇതാക്കി. ഇന്നേരം പിന്നെ ഞാൻ വായലേ ചിന്തിക്കലേ ഇല്ല, കിട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിറച്ചും വാഴേനി. 5 ആന വന്നിങ്ങനെ എല്ലാം തന്നിച്ചു പോയി. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇനിയുള്ള തലമുറക്ക് ഇനി ഇങ്ങനത്തെ വരാതിരിക്കട്ടെ, അതിനുള്ള ഇത് ചെയ്യാന്നേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. അന്തീ കിടക്കുമ്പോ പേടിയാ. മോൻ പറയാം അമ്മ ഇന്ന് ആന വരുമോ. മെനിയാന്ന് ഈ ബാബുവേട്ടൻ ഹോംസൈഡ് പോയിനു ഭാര്യ വീട്ടില്. അന്നപ്പോ ഞങ്ങൾ പറഞ്ഞ ബാബുവേട്ടങ്ങൾ പോയിട്ട് വേഗം തന്നെ വരണം കേട്ടോന്ന്. രാത്രി ഞങ്ങൾ കിടന്നു നോക്കുമ്പോ പറഞ്ഞു അമ്മ ബാബുവേട്ടൻ വന്നില്ലല്ലോ, പിന്നെ ലീലേച്ചി വന്നില്ല. ഞാൻ പറഞ്ഞു ഈ വിളിച്ചു നോക്ക്. അങ്ങനെ ഓൻ പറഞ്ഞു എന്തായാലും വരുമെന്നല്ലേ പറഞ്ഞ് വിളിച്ചു നോക്കണ്ട. അങ്ങനെ 8-8:30 ആയപ്പോ അവരെത്തി. ഇന്നേരെയാണ് ഓന് ഉറക്കം വന്നത്. എന്നുവെച്ചാല് അന്തിക്ക് ആന വന്ന് ആരെ വിളിക്കും. പിന്നെ ഈ ഇവിടെയുള്ള വില വിളിച്ചാൽ വരിക, ഫോണിൽ വിളിക്കണം. റേഞ്ച് ഉണ്ടായിന്ന് വരൂല എല്ലാ സമയത്തും. പിന്നെ ഞങ്ങൾ കൂടി വരുന്നത് ഈ വാവട്ടം മാത്രമേ ഉള്ളൂ. ആ പേർക്കാർ എന്ത് നീച്ചാലും അവർ നീക്കത്തില്ല. അവരിഞ്ഞ ആന വന്നും കുത്തിമറിച്ചിട്ടാൽ അവർക്ക് പ്രശ്നമില്ല. അവരെ വിളിക്കലുമില്ല, അവർ നീക്കയില്ല. പിന്നെ ഈ 2 പേർക്കാരെ, പിന്നെ ഞങ്ങൾ 4-5 പേർക്കാരാണ് ഇപ്പോൾ രാത്രി ഉറക്കൊയ്യുന്നുള്ളത്. മരുതിലവെന്ന ചെറിയ പ്രദേശത്തിന്റെ മാത്രം അവസ്ഥയല്ലിത്. വന്യമൃഗശല്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം സംസ്ഥാനത്തെ വനാതിർത്തിയോട് ചേർന്ന് അതിര് പങ്കിടുന്ന ഗ്രാമങ്ങളിൽ കുടിയിറക്കത്തിന്റെ തോത് വർദ്ധിക്കുകയാണ്. ഞാനിവിടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു.